2026 എനിക്ക് തുടങ്ങിയത് നല്ല അടിപൊളി പണി കിട്ടിയിട്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു വീഡിയോ ആട്ടോ ഇത്. അയ്യോ പറയാല്ലേ, ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ വീഡിയോകളുടെ കമന്റ്സ് ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാം. വീഡിയോകൾ കുറവാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റില്ല, തട്ടിക്കൂട്ട് കുറച്ച് വീഡിയോസ് ആയിട്ട് എടുത്തിടാൻ പറ്റുന്നുള്ളൂ. എന്റെ വീഡിയോസിലും കമന്റ്സ് വരുന്നുണ്ട്. ആക്ച്വലി നമ്മൾ കോണ്ടന്റ് ആണ് ഷോർട്സ് ഇട്ടോണ്ടിരുന്നത് എന്റെ ചാനലിനകത്ത്. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് കോണ്ടന്റ് മാറിയിട്ട് ഗെയിം ചലഞ്ചസ് ഒക്കെ കുറേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പേഴ്സണലി കുറച്ച് പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് അങ്ങനെ കോണ്ടന്റ് മാറ്റിയെടുപ്പം ഗെയിമിലോട്ട് മാറ്റി എന്താണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാണ് ഈ വീഡിയോ. അപ്പം മറുപടി ഇതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് ജാനുവരി തുടങ്ങിയ സമയത്ത് എൻ്റെ കാലിൽ ചെറിയൊരു പണി കിട്ടി. ചെറുതായിട്ട് നമ്മളൊന്ന് സൂപ്പർ മാർക്കറ്റിൽ എന്തിനോ പോയ സമയത്ത് കാലൊന്ന് ഉളുക്കി അത് കാര്യമാക്കാണ്ട് അത് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. പറ്റിപ്പോയെന്ന് വെച്ചാൽ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കാല് നീരൊക്കെ വെച്ച് കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ ആംഗിൾ സ്പ്രെയിൻ ഉണ്ടായതാണ്. നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ആംഗിൾ സ്പ്രെയിൻ ഉണ്ടായതാണ്. പ്ലാസ്റ്റർ ഇട്ടേക്കാണ് കാലിൽ. 3 ആഴ്ചത്തേക്ക് പ്ലാസ്റ്റർ ഇട്ടേക്കാണ്. പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് കോണ്ടന്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല. കാല് ഫുൾ റെസ്റ്റ് പറഞ്ഞേക്കുക, ഫുൾ റെസ്റ്റാ പറഞ്ഞേക്കണേ. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ ഇവിടെയൊക്കെ ഡോക്ടർ പറഞ്ഞ ഈ റെസ്റ്റ് നമ്മൾ എടുക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ ഇരുന്നൊക്കെയാണ് ഇപ്പം നമ്മൾ കോണ്ടന്റൊക്കെ ഇടുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മുടെ മെയിൻ പ്രശ്നം പറ്റിയത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ഉളുക്കോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറ്റും. വെച്ചോണ്ടിരിക്കരുത്, നമ്മൾ തന്നെ മാറും. അല്ലെങ്കിൽ തിരുമിയിട്ടോ ചൂട് പിടിച്ചിട്ടൊക്കെ മാറുമായിരിക്കും ചിലതൊക്കെ. ഫസ്റ്റ് ഐസാണ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങള് ആക്ച്വലി ഒന്നും അറിയത്തില്ലായിരുന്നു. ഇത് പറ്റിയ പിന്നെ യൂട്യൂബിലും പിന്നെ ഡോക്ടർ പറഞ്ഞ കുറേ കാര്യങ്ങളും പിന്നെ യൂട്യൂബിൽ പിന്നെ വന്നിട്ട് കുറേ നോക്കിയിട്ടാണ് ഈ സംഭവം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഉൾക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, തടകരുത്, ഇങ്ങനെ തിരുമ്പൊന്നും ചെയ്യരുത്, ചൂട് പിടിക്കരുത്, ഐസ് വെക്കണം, റെസ്റ്റ് എടുക്കണം, പിന്നെ എന്തെങ്കിലും വെച്ച് ബാൻഡേജ് ഒക്കെ വെച്ച് കെട്ടി വെക്കണം. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം, കാലെപ്പോഴും പൊക്കി വെക്കണം. നമ്മുടെ ഹേർട്ടിനെക്കാട്ടും എന്തോ പൊക്കി വെക്കണം, കിടക്കുവാണെങ്കിൽ ഹേർട്ടിനെ പൊക്കി വെക്കണം. അപ്പൊ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഈ കാര്യം പഠിച്ചു. പക്ഷെ പഠിച്ചത് ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ്. ഇപ്പൊ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് തന്നെ. അപ്പോഴത്തേക്ക് നീരൊക്കെ വെച്ചിരുന്നത്. അപ്പൊ നല്ല മുട്ടൻ പണി കിട്ടി. തനിയെ നമ്മൾ സ്വയം ചികിത്സയും കൊണ്ട് ഇരിക്കരുത്. ആരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ സ്വയം ചികിത്സയും കൊണ്ട് ഇരിക്കരുത്. തന്നെ മാറുന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ മാറാട്ടോ, ചിലതൊക്കെ മാറാം. പക്ഷെ ചില സിറ്റുവേഷൻ എന്ന് വെച്ചാൽ സർജറിയിലേക്ക് വരെ എത്തും. ഇതിപ്പോ എനിക്ക് പ്ലാസ്റ്ററിൽ എത്തിയേക്കണം. 3 ആഴ്ചത്തേക്ക് പ്ലാസ്റ്ററിലേക്ക്. ചെറിയൊരു സംഭവമായിരുന്നു, അത് വലിയ സംഭവമായിപ്പോയി. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയായിപ്പോയി. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വീഡിയോകൾ ഇപ്പൊ ഇങ്ങനെ. പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു മനസ്സിന് ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം സ്കിപ്പ് ചെയ്തത്. പിന്നെ ഇട്ടോണ്ട് അതിനകത്തുള്ള. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ക്ലിപ്പ് കാണിക്കട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അതേ വാക്കറൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു കാലൊക്കെ കുത്തി വാക്കറൊക്കെ വെച്ചിട്ട് ഞാൻ അതിന്റെ കുറച്ച് ക്ലിപ്സ് കാണിക്കാം. അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ വീഡിയോകളിൽ പോരായ്മകളൊക്കെ വരും. ഇതിപ്പോ 3 ആഴ്ച കൊണ്ട് മാറുമെന്ന് എനിക്ക് അറിയത്തില്ല, കുറച്ച് ദിവസം എടുക്കുമായിരിക്കും. അത് മെല്ലെയാണ്. ചാനലിനകത്ത് കോണ്ടന്റ് മാറിയിട്ട് ഗെയിം മാറി വന്നത്. ഒരു സ്ഥലത്ത് നമുക്ക് ഇരുന്നേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒന്ന് നടന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റും. നടന്ന് ഞാൻ ഞൊണ്ടി കിടക്കാം. പിന്നെ ഈ വാക്കർ വെച്ചിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും കോണ്ടന്റ് ചെയ്യുവാണെങ്കിൽ പുറത്ത് എന്തെങ്കിലും പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീനായിരിക്കും, നടന്നു വരുന്ന സീൻ ഉണ്ടാവും. അപ്പൊ ഗെയിം ആകുമ്പോൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ, വീഡിയോ പോസ്റ്റും ചെയ്യണം. അപ്പം അതാണ് ഞങ്ങൾ ഗെയിമിലോട്ട് മാറിയത്. കുറച്ച് ദിവസത്തേക്കും കൂടെ കാണും അത്. ഇവിടെ കാല് റെഡി ആവുന്നവരെ അതെന്തായാലും ചെയ്തേ പറ്റൂ. അപ്പൊ ഞങ്ങൾക്ക് പക്ഷെ എന്നിട്ടും ഞങ്ങളുടെ ഇങ്ങനത്തെ കോണ്ടന്റുകളാണെങ്കിലും ഗെയിമൊക്കെ ആണെങ്കിലും നമുക്ക് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയത് ഇപ്പൊ ഇത്രയും നാളെ ചേച്ചന്റെ ചാനലിൽ കണ്ടന്റ് വന്നിട്ട് പെട്ടെന്ന് ഗെയിം വന്നപ്പോഴും അത് സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അത് വെച്ചാൽ അവര് പെട്ടെന്ന് മാറിയെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ താങ്ക്സ്. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും എപ്പോഴും ഉണ്ടെങ്കിൽ അതിന്റെ വില നമുക്ക് മനസ്സിലാവില്ല. ഈ കാലിൽ ഇങ്ങനെ ഒരു പണി കിട്ടിയപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല എന്ന് വെച്ചാൽ ഇപ്പൊ വീഡിയോ എടുക്കണ മാത്രമല്ല, ഇപ്പൊ ഒരാളുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റണില്ല. എൻ്റെ ഇപ്പൊ എല്ലാ കാര്യവും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു സാധനം എടുത്തുകൊണ്ട് തരാനാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് എടുത്ത് തരാനാണ് എനിക്ക് കാല് കുത്താൻ പറ്റാത്തതുകൊണ്ട് എല്ലാം എൻ്റെ ചേച്ചനെ ചെയ്തോണ്ടിരിക്കുന്നത്. എല്ലാം ചെയ്തോണ്ടിരിക്കണേ. പിന്നെ മമ്മി സഹായിക്കുന്നുണ്ട് കേട്ടോ, മമ്മി സഹായിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു 90% ചേച്ചന ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് പറഞ്ഞു നമുക്കിപ്പോ കാല് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ഒരു പുറത്തോട്ട് പോകാനാണെങ്കിലും ഇപ്പൊ ഒരു കുറച്ച് ദിവസത്തിലധികമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ സ്റ്റക്കാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് പുറത്തേക്ക് തന്നെ പോകാൻ പറ്റും. തന്നെയെന്നല്ല, ഒന്ന് സിനിമ കാണാൻ പോകാം. ഞങ്ങൾക്ക് സിനിമ ഭ്രാന്ത് കൂടുതലുള്ള ആൾക്കാരാണ്. എന്ത് സിനിമ ഉണ്ടെങ്കിലും ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു സിനിമ പോലും കാണാൻ പറ്റില്ല, പുറത്ത് പോകാൻ പറ്റുന്നില്ല. ഒരു 3-4 പടം കിടിലം പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ആഴ്ചയില്. പക്ഷെ ഇതിൽ ഏറ്റവും കുറച്ച് ആശ്വാസം കിട്ടിയ കാര്യം
കാര്യം എന്ന് പറഞ്ഞാൽ ജനനായകന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതാണ്, അല്ലെങ്കിൽ അത് തീരാ നഷ്ടമായേനെ. അപ്പം ഇതിനി മാറാൻ ഇനി ഒരു ആഴ്ചയും കൂടെ എടുക്കും. ഒരാഴ്ച കൊണ്ട് മാറിയ നല്ലതെന്ന് പറയാം. പക്ഷെ എന്നാലും ഇതൊക്കെ വന്ന് ഈ ആംഗിൾ സ്ട്രെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം, ഒരു ചിലപ്പോൾ ഒരു 3-4-5 മാസം ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പ്ലാസ്റ്റർ അയച്ചു കഴിഞ്ഞിട്ടും പിന്നെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളും വേണം. പിന്നെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യാതെ നടക്കുവാണെങ്കിലും ഇപ്പൊ വീഡിയോ എടുക്കുവാണെങ്കിലും അധികം നേരം നിൽക്കാതെ രീതിയിൽ നോക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം മെയിനായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ പറ്റി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അവസ്ഥ. ഇവള് കുറച്ച് മുമ്പ് പറഞ്ഞു വിട്ട് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും പാട്ടിന് നമുക്ക് അതൊരു വില കാണത്തില്ലായിരിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ സ്റ്റക്കായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്കൊന്ന് പുറത്തു പോകാനോ ഒന്നും പറ്റാതിരിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. മാത്രല്ല അറ്റ്ലീസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും നമുക്ക് സഹായം വേണം. ഒരു വാക്കർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഒന്ന് നടക്കാൻ സത്യം പറഞ്ഞിരിക്കുമ്പോൾ കൊതിയാവുണ്ട്. ഈ പ്ലാസ്റ്റർ കൂടെ ഇട്ടേക്കൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് മര്യാദയ്ക്ക് നടക്കാൻ. അതുവരെ നമ്മളെങ്ങനെ ഓടിച്ചാടി തുള്ളി നടക്കുന്നുണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുമ്പോഴാണ് അതിന്റെ ഒരു വാല്യൂ എന്താന്ന് മനസ്സിലാവും. പറയാനുള്ളത് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ സ്വയം ട്രീറ്റ്മെന്റ് എടുക്കാതെ മര്യാദയ്ക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞങ്ങൾ ഇനി ഇതൊക്കെ മാറിയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് അടിപൊളി നല്ല കിഡു വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും. ഞങ്ങൾ നല്ല വിഷമമുണ്ട്. കാര്യം ഇവക്കാണ് പറ്റിയെങ്കിലും ഞാനും സ്റ്റക്കാണ്, എല്ലാം കൂടെ ഞാൻ സ്റ്റക്കാണ്. അപ്പൊ ഇനി അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാം. ഈ ചാനലിൽ അധികം വീഡിയോസ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരെണ്ണം ഇടാൻ നമ്മൾ ശ്രമിക്കാം അല്ലേ? അപ്പൊ ശരി, ബൈ. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? കാരണം എനിക്ക് ഇത്രയും മനസ്സിലാവുന്നില്ല ഇവിടെ അവസ്ഥ കാണുമ്പം. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ബാക്കി എന്തെങ്കിലും ഞാൻ പറയാം. സംഭവം എന്താന്ന് വെച്ചാല് ഈ കാലെന്ന് പറയുമ്പോ അതല്ല ജനനായിട്ട് തുടങ്ങാം.